ലാസ്റ്റ് എക്സാമാണ്, ഇംഗ്ലീഷ് എന്നത്തെ എക്സാം. ഞാൻ നേരത്തെ വന്നു, ഉച്ചയ്ക്ക് ഞാൻ രാവിലെ വന്ന് ക്ലാസ്സിൽ ആരുമില്ല, മാത്രം ഞാനാണ് വന്ന് ക്ലാസ്സൊക്കെ തുറന്നതും. കുറച്ച് പേരൊക്കെ അനന്യ വന്നെന്ന് കേട്ടു, പക്ഷെ ഞാൻ വിളിച്ചില്ല. വിളിക്കണം, ബാക്കിയുള്ളവരൊക്കെ വരും, പഠിക്കണം. ഇനി ജനലൊക്കെ തുറക്കണം, ഫാൻ ഇടണം, എല്ലാം ചെയ്യണം. പക്ഷേ ഞാൻ വിചാരിച്ചാൽ ആദ്യം അങ്ങ് വീഡിയോ എടുക്കാമെന്ന്. അതാകുമ്പോൾ അത് കഴിഞ്ഞ് വന്നങ്ങ് പഠിക്കാമല്ലോ, പിന്നെ ഇടയ്ക്കൊന്നും ചെയ്യണ്ടെന്ന്. ഗൈസ്, ഞാൻ പഠിക്കാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനില്ല. എക്സാമിൽ ബ്ലൂ പെൻ വെച്ച് എഴുതണോ ബ്ലാക്ക് പെൻ വെച്ച് എഴുതണോ? മിസ് വന്ന് എന്നെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോയി. സോ പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും വരട്ടെ ഗൈസ്, ഞാൻ ബാക്കി എല്ലാവരുമായിട്ട് വീഡിയോ എടുക്കാം. ഞാൻ രണ്ടാമതൊട്ട് ഹലോ ഒക്കെ പറയുന്നത്. അനന്യ വന്നു. സോ എക്സാം അല്ലേ, അങ്ങനെ ചോദിക്കില്ലേ. നമ്മുടെ ക്ലാസ്സിൽ വേറെ ആരുണ്ട്? സുൽഫിയെ, ഇതൊരു അഭിനയിക്കുമ്പോൾ നേരത്തെ എടുത്തായിരുന്നു. പഠിക്കുകയാണ്. അതെ അതെ, പഠിക്കുക. കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കേട്ടോ അഭിനയിക്കാൻ. എനിക്കൊട്ടും അറിയത്തൊക്കെ. ഇവളെല്ലാത്തിലും ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഡൗട്ട്സ് ചോദിക്കും. ഞാൻ ഇനി ബാക്കി എല്ലാവരും വന്നിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിന്ന് സെം 1 എക്സാം എഴുതാൻ പോവുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കുക ഇപ്പം. ഇത് കഴിഞ്ഞിട്ട് ഇന്നലെ കോളേജിൽ വന്നിട്ട് ഞങ്ങൾ ഇന്ന് എക്സാം എഴുതാൻ പോവാണ്. പെട്ടെന്ന് സമയം പോയി, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ ചരിത്രത്തിൽ ആദ്യമായി ഇത്ര വേഗം കോളേജിൽ അഡ്മിഷൻ എടുത്ത് ക്ലാസ് തുടങ്ങിയിട്ട് ഇത്ര വേഗം. സത്യം, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 മാസം ആയതുള്ളൂ. നമുക്ക് എക്സാമിന്റെ ഇടയ്ക്ക് ഒരു ഡേ ഗ്യാപ്പേ ഉള്ളൂ. സ്വാഭാവികം, അത് എപ്പോഴും അങ്ങനല്ലേ? പൊതുവേ ബയോടെക്കിന് അങ്ങനെ. ഓണവനും വരുന്നവനും ഒക്കെ പറയുന്ന അവരൊക്കെ സെമ്മോണ്ട് എഴുതിയത് 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ്. നമ്മൾ വെറും 3 മാസത്തിൽ സെമ്മ പഠിച്ചാ. പിന്നെ അത് ഒരു ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒരു ഐഡിയ പോലും ഇല്ല. ഇംഗ്ലീഷല്ലേ എളുപ്പമെന്നൊക്കെയാണ് വിചാരം. മോഡലൊക്കെ കണ്ട് തലറങ്ങി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കൈ കഴുകി അടുത്ത NSS റൂമിൽ വന്ന് നമ്മൾ യൂണിഫോം റൂം അടച്ചിട്ടേക്കുന്നതാണ്. നമ്മൾ തിരിച്ച് നടക്കുന്നത് അവർ ഫോം മേടിക്കുന്നത് NSSലെ പിള്ളേർ. ഞങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് മേടിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് റൂം കണ്ടുപിടിക്കണം എക്സാം എവിടെ വെച്ചാന്നുള്ളത്. കോമഡി വീഡിയോ പോലെ നമ്മുടെ എക്സാം ഒരുമാതിരി ഇതില്ലാത്ത പോലെ. പക്ഷേ ഞങ്ങളെടുക്കും. നമ്മളിങ്ങനെ ഇവിടെ NSSലെ ആൾക്കാരെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മളവിടെ ദൂരെ അങ്ങ് അകലെ മിക്കാൽ ചേട്ടനെ കണ്ടത്. മിക്കാൽ ചേട്ടൻ പോകുന്നു, എവിടെയോ പോകുന്നു. അവർക്ക് എക്സാം ആയിരുന്നു. ആദ്യം മിസ് വന്ന് നമ്മളങ്ങനെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. സോ നമുക്ക് ഹോൾ ടിക്കറ്റ് തരും മിസ്. ഇപ്പോൾ മിസ്സിനെ കാണിച്ചുതരാം. ഹോൾ ടിക്കറ്റ് കിട്ടി. കോൺഫിഡൻഷ്യലാണ്, അതൊന്നും ആരും കാണിച്ചു കൊടുക്കരുത്. കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ. ആ ടിക്കറ്റ് വന്ന് കഴിച്ചു. എന്തോ തോന്നുന്നു എനിക്കിത് കണ്ടിട്ട് തല ഇറങ്ങി. സൈൻ ചെയ്യാൻ പോവാണ്. സംതിങ് തോന്നുന്നു ഇന്നലെ തുടങ്ങിയ ഞങ്ങളുടെ കോളേജ് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം S1 എക്സാം. അതേ കഴിച്ച് എല്ലാം തീരെ ഇനി അടുത്ത തുടങ്ങാൻ പോകുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? നമ്മൾ കുറച്ച് ലുക്മിയെ നോക്കൂ. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഇവിടെ വന്നു, പരിചയപ്പെട്ടു, എക്സാമായി, പഠിക്കുന്നു. ശംസി പവിത്രയ്ക്ക് എന്തോ തോന്നുന്നു? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതിൻ്റെതായ ചെറിയ നമ്മൾ പോവുകയാണ് ക്ലാസ് കണ്ടുപിടിക്കാൻ. എനിക്ക് ആക്ച്വലി ഇപ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട് എക്സാമിനെ പറ്റി ആലോചിച്ചിട്ട്. എനിക്കൊന്നും തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ ഏത് ക്ലാസ്സാണ് എനിക്ക് തപ്പണം കിടന്ന് അവിടെ പോയി ടെൻഷനെല്ലാം എടുത്ത് അവിടെ ജനസാഗരമെന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാനിങ്ങനെ 3 പേന കൊണ്ടുവന്നതാണ് ഏത് വെച്ച് എഴുതണമെന്ന് വിചാരിച്ചാൽ. ഞാൻ പറഞ്ഞില്ലേ, കൺഫ്യൂഷൻ അടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ
നമ്മൾ ഗൗരി ചേച്ചിയെ കൊണ്ട് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് പേന വെച്ച് എഴുതാമെന്ന് തീരുമാനിച്ചു. ഇവിടാൻ തോന്നുന്നു കേസാണ്, ഇവിടെയാണ് നമ്മൾ തപ്പേണ്ടത്. RID വെച്ച് നമ്മൾ തപ്പണമെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ താരെ വരെ ഇറങ്ങിയിട്ട് തിരിച്ച് മുകളിൽ കയറി വരിക. കാരണം നമ്മുടെ ക്ലാസ് മുകളിലാന്ന് കണ്ടുപിടിച്ചു. F22 ഇങ്ങോട്ടാ, F27 അവിടെ. അപ്പം 22 അത് ഇങ്ങോട്ടാണ്. ബിക്കോസ് ഞങ്ങൾ മാത്സ് MDCക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾ മലയാളം AC. സോ എക്സൈറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ കാണുന്നവരെ ക്വസ്റ്റ്യൻ കാണും പറയല്ലേ എന്തോ പഠിച്ചെന്നൊക്കെ. അതാ F22 കഴിഞ്ഞു പോയി, സംസാരിച്ച് പോയി ഗൈസ്. F22 കഴിഞ്ഞു പോയി. എവിടെ ഇനിയോ അവരൊക്കെ പോയി ഫ്രണ്ടില്. എവിടെ പോയതോ? എവിടെ പോയതോ? ക്ലാസ് ഇവിടെ ആയിരുന്നു. സോ ഗൈസ് നമ്മൾ എക്സാം എഴുതാനുള്ള ഹാൾ കാണിച്ചു തരാം. നമ്മളിങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് ഹായ് ഗായ്സ്, 10 മാർക്കാണ് കേസ് വേണ്ടത് വിജയിക്കാനോ? അതെ അതെ. പേടിയുണ്ടോ? എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനാ പേടിയേ ഉള്ളു? എക്സാം വ്ലോഗ് എക്സാം എഴുതുന്നത് എടുത്തു തരാൻ നമുക്ക് ആരുമില്ല. അല്ലായിരുന്നേ നമുക്ക് അതും കൂടെ ഒക്കെ ഇടായിരുന്നു. ഞാൻ സ്കെയിലും പെൻസിലും കൊണ്ടുവരാൻ മറന്നുപോയി. പെൻസിലുണ്ട് എൻ്റെ കയ്യില്, കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞു. ഹായ് ഗൈസ്, എക്സാം ഈസി ആയിരുന്നു. എന്തൊക്കെയോ ചോദിച്ചു ഗൈസ്, അറിഞ്ഞൂടാത്ത എന്തൊക്കെയോ എവിടുന്നാ കിട്ടിയെന്ന് അറിയാത്തൊരു പോയത്തിന്നാ ഞങ്ങൾക്ക് ചിരി അതാരാ എഴുതിയെന്ന് അറിഞ്ഞൂടാ, അത് എപ്പോഴാ എഴുതിയെന്ന് അറിഞ്ഞൂടാ. അത് നമുക്ക് പഠിക്കാനുള്ളതിലും ആരാ എഴുതിയെന്നൊന്നും പറഞ്ഞില്ല. ആരാ എഴുതി നമുക്ക് ഗൂഗിളിലും കിട്ടത്തില്ല. എവിടെ ഇല്ലല്ലേ അതിനെപ്പറ്റി അറിയത്തില്ല. നല്ല പാടായിരുന്നു എക്സാം കേസ്. അത് പ്രശ്നം റിസൾട്ട് ഉടനെ വരും. 17-ാം തീയതി നമുക്ക് റിസൾട്ടും വരും. ഒരു പ്രതീക്ഷയില്ല, ജയിക്കും. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച മാർക്കൊന്നും ഞാൻ വിചാരിച്ച ഇംഗ്ലീഷ് എളുപ്പമായിരിക്കും, ഇന്റേണൽ വെച്ച് ലാംഗ്വേജ് അല്ലേ എന്നുള്ള രീതിയിൽ നിന്നേ. പക്ഷെ ഞങ്ങളെല്ലാം വായിച്ചു, നന്നതെല്ലാം വായിച്ച് നമ്മൾ എക്സാം ChatGPT എന്നൊക്കെ പഠിച്ച് എന്നിട്ടും ഭയങ്കര സീൻ എക്സാം ആയിരുന്നു. നമ്മള് പോവാ, അതെ നമ്മളിനി ക്ലാസ്സിൽ പോവാ. ഇനി റെക്കഗ്നേഷൻ ലാംഗ്വേജിന്റെ കാര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ മേജർ പേപ്പറൊക്കെ എങ്ങനെയാണെന്ന്. ഞങ്ങൾ ഒരു പ്രതീക്ഷയിലിരിക്കുമായിരുന്നു. ഇന്റേണൽ നല്ല മാർക്കാണ് ഞങ്ങൾ മേടിച്ചത്. ഞാൻ ഇങ്ങനെ എഴുതി തുടങ്ങിയതും ഞങ്ങൾക്കിപ്പോ സമയമുണ്ട്. ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പോ ഇനി 1/2 മണിക്കൂറേ ഉള്ളെന്ന് എക്സാമിന്. ഇതിപ്പോ കൂൾ ഓഫ് ടൈം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാ ഇത് എഴുതേണ്ടെന്നൊരു പ്രിപ്പയർ ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയമില്ല അല്ലേ? ഇത് നേരെ വായിക്കുക. 1 മണിക്കൂർ ആകെ ടോട്ടൽ എക്സാം ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ മേടിക്കുക, വായിക്കുക, എഴുതുക. പവിത്ര ധൃതി പിടിക്കുന്നത് നമ്മൾ പോകുന്നു. ഇപ്പം ഞങ്ങൾക്ക് 6th എക്സാം കഴിയും, 12th കൂടി പ്രാക്ടിക്കൽ എല്ലാം കഴിയും. 18-ാം തീയതി റിസൾട്ട് വരും. അധികം 17-ാം തീയതി റിസൾട്ട് വരും. അത്രയും ഒരുപാട് ടെൻഷൻ അടിക്കണ്ടെന്നുള്ള ഒരൊറ്റ സമാധാനമേ ഉള്ളൂ. പക്ഷേ ജസ്റ്റിസ് ഫോർ FIUGP അത്രയേ ഉള്ളൂ.